വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. ലവ്ലി ഷൗട്ട്സിൻ്റെ LDC LP UP മോക്ക് ടെസ്റ്റുകളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മോക്ക് ടെസ്റ്റ് രൂപത്തിൽ ചെയ്യുന്നത്. കഴിഞ്ഞ UP പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇന്ന് നോക്കുന്നത് സോഷ്യൽ സയൻസിലെ 20 ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബയോളജി അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ജാതി 1, മതം 1, കുലം 1, ലോകം 1 എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ജാതി 1, മതം 1, കുലം 1, ലോകം 1 എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻസ്: വൈകുണ്ഠ സ്വാമികൾ, ശ്രീനാരായണ ഗുരു, വാഗ്ബടാനന്ദൻ, ഡോക്ടർ പൽപു. ആൻസർ ഓപ്ഷൻ എ ആണ്, വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളാണ് ജാതി 1, മതം 1, കുലം 1, ലോകം 1 എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സ്വാഭാവികമായിട്ടും ശ്രീനാരായണ ഗുരുവാണ് എന്ന് സംശയം വരും. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശവും അതേപോലെ തന്നെ വൈകുണ്ഠ സ്വാമികളുടെ സന്ദേശവും മാറ്റമുണ്ട്. വൈകുണ്ഠ സ്വാമികൾ പറഞ്ഞത് ജാതി 1, മതം 1, കുലം 1, ലോകം 1 എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: മന്നത്ത് പത്മനാഭൻ, K. കേളപ്പൻ, സഹോദരൻ അയ്യപ്പൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെയാണ് കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെയാണ്. ഓപ്ഷൻ ഡി ആണ്, കേരളൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ളത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? ഓപ്ഷൻസ് ആണ്: മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, പണ്ഡിറ്റ് കറുപ്പൻ, PN പണിക്കർ. ഓപ്ഷൻ എ ആണ്, മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ളത് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏത്? പഴശ്ശി കലാപം, മലബാർ കലാപം, ആറ്റിങ്ങൽ കലാപം, കുറിച്യ കലാപം. ആൻസർ ഓപ്ഷൻ സി ആണ്, ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. 1921 ആറ്റിങ്ങൽ കലാപം നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം അല്ലെങ്കിൽ ദുഷ്ടാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആര്? ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ, ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ, ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ, ശ്രീമൂലം തിരുനാൾ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ബി ആണ്, ബി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ ഓപ്ഷൻ ബി ആണ്, സ്വാതി തിരുനാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ്? ഓപ്ഷൻസ് ആണ്: വാഗ്ബടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ.
ആൻസർ ഓപ്ഷൻ സി ആണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി. വൈകുണ്ഠസ്വാമികൾ രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരിയാണ് വൈകുണ്ഠസ്വാമികൾ. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആര്? കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് ആണ് ചട്ടമ്പി സ്വാമികൾ, പട്ടം താണുപിള്ള, മന്നത്ത് പത്മനാഭൻ, ശ്രീനാരായണ ഗുരു. ആൻസർ ഓപ്ഷൻ എ ആണ് ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻപിള്ള എന്നറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. ചട്ടമ്പി സ്വാമികളുടെ പേരായിരുന്നു കുഞ്ഞൻ പിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര്? ഓപ്ഷൻസ് ആണ് കുമാരഗുരുദേവൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ ബി ആണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആര്? ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, ടി കെ മാധവൻ, വെള്ളോൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ആണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി. ഈഴവരുടെ രാഷ്ട്രീയ നേതാവാണ് ഡോക്ടർ പൽപ്പു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രായോക്താവ് ആര്? ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രായോക്താവ് ആരായിരുന്നു? ഓപ്ഷൻസ് ആണ് ടി കെ മാധവൻ, വി ടി ഭട്ടതിരിപ്പാട്, നീലകണ്ഠൻ നമ്പൂതിരി, കെ കേളപ്പൻ. ആൻസർ ഓപ്ഷൻ എ ആണ് ടി കെ മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രായോക്താവ് എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ്. ടി കെ മാധവനായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രായോക്താവ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻസ് ആണ് ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, ആഗമാനന്ദ സ്വാമികൾ, ശങ്കുപിള്ള. ആൻസർ ഓപ്ഷൻ സി ആണ് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളെയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളെയാണ്. ഈയവരെയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈയവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? ഈയവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ് ആണ് സഹോദരൻ അയ്യപ്പൻ, വേലായുധ പണിക്കർ, പട്ടം താണുപിള്ള, കുമാര ഗുരുദേവൻ. ആൻസർ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് ഈയവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചത്. മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? നവോത്ഥാന നായകൻ ആരായിരുന്നു എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനാണ് സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ടി കെ മാധവൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയായിരുന്നു. ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ ആര്? ഓപ്ഷൻസ്: സർദാർ KM പണിക്കർ, K കേളപ്പൻ, നീലകണ്ഠൻ നമ്പൂതിരി, AK ഗോപാലൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, K കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനാണ് K കേളപ്പൻ. K കേളപ്പനാണ് ആൻസർ. 54ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, K കേളപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി എന്നത് ആരുടെ രചനയാണ്? കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി എന്നത് ആരുടെ രചനയാണ്? ഓപ്ഷൻസ്: KM പണിക്കർ, മന്നത്ത് പത്മനാഭൻ, AK ഗോപാലൻ, K കേളപ്പൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, AK ഗോപാലൻ. AK ഗോപാലൻ രചിച്ച ഗ്രന്ഥമാണ് കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി. കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി എന്നത് AK ഗോപാലൻ്റെ രചനയാണ്. കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി AK ഗോപാലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാര്? 1913 കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തിയാരാണ്? ഓപ്ഷൻസ് ആണ്: വക്കം അബ്ദുൽ ഖാദർ മൗലവി, പണ്ഡിറ്റ് കറുപ്പൻ, C കേശവൻ, VT ഭട്ടത്തിരിപ്പാട്. ആൻസർ ആണ് ഓപ്ഷൻ ബി, പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചത്. 1913 കായൽ സമ്മേളനം നടന്നത്. കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ചതാണ് പണ്ഡിറ്റ് കറുപ്പൻ. കായൽ സമ്മേളനം പണ്ഡിറ്റ് കറുപ്പൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പിദളവയുടെ ജനനസ്ഥലം ഏത്? തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പിദളവയുടെ ജനനസ്ഥലം ഏതാണ്? ഓപ്ഷൻസ് ആണ്: തലക്കുളം, തളിക്കുളം, കൽപ്പാക്കം, കുണ്ടറ. ആൻസർ ഓപ്ഷൻ എ ആണ്, തലക്കുളം. തലക്കുളമാണ് തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പിദളവയുടെ ജനനസ്ഥലം. വേലുത്തമ്പിദളവയുടെ ജനനസ്ഥലമാണ് തലക്കുളം. തലക്കുളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ് ആണ്: സർദാർ KM പണിക്കർ, പട്ടം താണുപിള്ള, വേലുത്തമ്പിദളവ, പാലിയത്തച്ഛൻ. ആൻസർ ആണ് സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കറാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കുറിച്യ കലാപം നടന്ന വർഷം. കുറിച്യ കലാപം നടന്ന വർഷം ഏത്? 1805 ഉണ്ട് ഓപ്ഷൻ, 1812, 1869, 1814. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1812. 1812 കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപം നടന്ന വർഷമാണ് 1812. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാര്? ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻസ് ആണ്: കുമാരനാശാൻ, K കേളപ്പൻ, ഉള്ളൂർ S പരമേശ്വരയ്യർ, TK മാധവൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ഉള്ളൂർ S പരമേശ്വരയ്യർ. ഉള്ളൂർ S പരമേശ്വരയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഉള്ളൂർ S പരമേശ്വരയ്യർ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസാണ് നോക്കിയിരിക്കുന്നത്. കഴിഞ്ഞ UP സ്കൂളിലെ മുഴുവൻ GK ക്വസ്റ്റ്യൻസും നമ്മൾ ഇതോടുകൂടി 3 വീഡിയോകളിലായി കംപ്ലീറ്റ് ചെയ്തു. മറ്റു ക്വസ്റ്റ്യൻസ് LD ക്ലർക്ക് എക്സാം, അതേപോലെ തന്നെ LP UP പരീക്ഷയുടെ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ രീതിയിൽ മോക്ക് ടെസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് വേണ്ടി ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.